എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആണുങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ള ഈ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരാണ് ധരിക്കാൻ പാടില്ലാത്തത്. കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണം ധരിപ്പിച്ചു കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ഇന്നത് സമൂഹത്തിൽ ധാരാളമായി നമ്മൾ കാണുന്നു ആൺകുട്ടികൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, സ്വർണം ധരിപ്പിക്കൽ പാടില്ലാത്തതാണ്. അത് ധരിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കളാ. അതാ മനസ്സിലാക്കണ്ടേ. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ മാതാപിതാക്കൾക്കാണ്. ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക്. അത് അതാണ് മാതാപിതാക്കൾക്കാണ് തെറ്റാണെങ്കിലും നന്മയാണെങ്കിലും പ്രതിഫലം. ഇതുപോലെ തന്നെയാണ് ഈ ചെറിയ കുട്ടികൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർണം ഇട്ടുകൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം ഉസ്താദെ പ്രസവിച്ച ഉടനെ ചെറിയ കുട്ടികൾ, അതുകൊണ്ട് ചില മഹത്തുക്കൾ പറയുന്നുണ്ട് ഈ പാലുകുടി പ്രായം വരെ. അതുകൊണ്ടാണ് പാലുകുടി പ്രായം. ഒരു കുട്ടി പാല് കുടിക്കുന്നത് 2 വയസ്സ് വരെ അല്ലേ? 2, 3 ഇല്ല, 2 വയസ്സ് വരെ പാല് കൊടുക്കേണ്ടത് അല്ലേ? 2 വയസ്സ് വരെ പാല് കൊടുക്കണം, മാതാവിന്റെ ബാധ്യതയാ. അപ്പൊ ഈ 2 വയസ്സ് വരെയൊക്കെയാണ് എന്ത് ചെയ്യുക, ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്വർണം ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഊരിയെടുക്കും. ഇതിപ്പോ 2ഒന്നുമല്ല, പടച്ചവൻ 5ഉം 6ഉം എന്തിനാപ്പോ 10-40 വയസ്സുള്ളവൻ വരെ സ്വർണ്ണമോതിരം ഇട്ട് നടക്കും, മാല ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഇമാമുകൾ പറയുകയാണ്, ആൺകുട്ടികൾ സ്വർണം ധരിച്ചാൽ അതിന്റെ പാപം അവനല്ല, അവന്റെ മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഉറപ്പുപ്പെടുത്തുന്നു, മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആൺകുട്ടികൾക്ക്, അതാ പടച്ചവനെ, പാലുകുടി പ്രായമെല്ലാം കഴിഞ്ഞ മക്കൾക്ക് സ്വർണം ഇട്ടുകൊടുക്കുന്ന മാതാപിതാക്കളോട്, ആ മക്കളെ സ്വർണം ധരിപ്പിച്ചതിന്റെ പാപം നിന്റെ തലയില. അള്ളാഹുവിന്റെ മുന്നിൽ വാപ്പയായ നീ, ഉമ്മയായ നീ, നിന്റെ ആൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊടുത്തതിന്റെ പാപം അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീന ഞാൻ പറയുന്നത്, ഞാൻ ഹദീസാണ് പറഞ്ഞത്, അല്ലാതെ എനിക്ക് ചുമ്മാ കയറി പറയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർണം ധരിക്കുന്നത് നിങ്ങൾ അപ്പൊ ചോദിക്കുമല്ലോ, പിന്നെ എല്ലാവരും ചങ്ങലയൊക്കെ വെള്ളി ധരിക്കുന്നവരുണ്ട്. അപ്പൊ ആണുങ്ങൾ പടച്ചവന് വെള്ളി ധരിക്കാമല്ലോ. ആണുങ്ങൾ വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ മോതിരം ധരിക്കാമെന്നാ, അല്ലാതെ കയ്യിൽ ചങ്ങലിട്ടുകൊണ്ട് കഴുത്തിൽ ചങ്ങലിട്ടുകൊണ്ട് നടക്കാമെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വലിയവന്റെ കയ്യിലും കാണാൻ ചങ്ങല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും സ്വർണം ധരിക്കുന്നത് ഒഴിവാക്കണം. ആ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. അവന്റെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.